ഇത് 4ആയിട്ട് മടക്കി ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ തുണിയാണ്. ഇത് കറക്റ്റ് ഇറക്കമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ വണ്ണമാണെങ്കിൽ നമുക്ക് 12 ഇഞ്ച് വേണം. നമുക്ക് അളക്കാനായിട്ട് ഇവിടെ 12 ഇഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3/4 കൈക്ക് ഇവിടെ ഇല്ല, കിട്ടത്തില്ല. ചെറിയ കൈക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ എന്നെ എടുക്കണമെന്ന് പറയാം, തുണി ഇങ്ങനെ ഇടരുത്. നമ്മൾ തുണി നേരെ നടുകണ്ട് 4ആയിട്ട് മടക്കി ഇടരുത്. പകരം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ. ആവശ്യത്തിന് മാത്രമെന്ന് പറഞ്ഞാൽ ഈ താഴെ എത്ര വണ്ണ വീച്ച വേണ്ടെങ്കിൽ വീതിയെ, ഈ താഴെ എത്ര വീതി വേണമെന്ന് വെച്ചാൽ ആ രീതി വേണം നമുക്ക് മടക്കി എടുക്കാൻ. കണ്ടോ, ഇതിപ്പോൾ എനിക്കൊരു 13 ഇഞ്ച് വേണം വീതി ഇവിടെ. ആ രീതിക്കാണ് ഞാൻ ഈ മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ഇത്രയും തുണി കിട്ടും 3/4 കൈ തയ്ക്കാനായിട്ട്. കണ്ടോ, അല്ലാതെ 4ആയിട്ട് മടക്കി ഇടുമ്പോൾ ഒരിക്കലും നമുക്ക് കൈക്ക് ഇറക്കം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഏച്ച് വെക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുണി ഇങ്ങനെ ഇടുന്നത്. ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഇതിൻ്റെ വണ്ണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇത് 38 ഇഞ്ച് വണ്ണം ഉള്ളതാണ്. ഇതിനൂടെ 10 ഇഞ്ച് കൂടെ കൂട്ടി 48. 48ൻ്റെ 4 12 ഇവിടെ നമുക്ക് വണ്ണം വരേണ്ടത്. പക്ഷെ ഞാനിവിടെ 13 ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ താഴെ വീതി 13 വരേണ്ടത്. അതുകൊണ്ട് 13 ഇഞ്ച് വീതിയിലാണ് ഞാനിത് മടക്കിയിട്ടിരിക്കുന്നത്. 4ആയിട്ട് മടക്കിയിട്ടിരിക്കുവാണ്. ഇനി ഞാനിത് വരച്ചിട്ടിട്ട് വരട്ടെ. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ബാക്ക് പീസ്, അത് ഫ്രണ്ട് പീസ്. സോറി. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്, പിന്നെ ഇത് കൈകൾ. അപ്പം നമുക്ക് രാവിലെ തന്നെ ഇത് തയ്ക്കാനായിട്ട് കയറാവേ. അപ്പോൾ ഈ ടോപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി കഴുത്ത് വെച്ചിരിക്കുന്നത് വേണ്ട വീതിയുള്ള ആലിലെ കഴുത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടത്തെയാണ് ഞാൻ 2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, 2-2.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഞാൻ തയ്ക്കാൻ പോകുന്ന ഹോട്ട് സെറ്റ് എന്നുള്ള ഇതാണ്. പാൻറ്റും ടോപ്പും ഒരേ കളറ്, പാൻറ്റിന് ഇറക്കം കുറവും. അപ്പം നമ്മൾ സാധാ പാൻറ്റിനേക്കാളും ഒരു 3-4 ഇഞ്ച് ഇറക്കം കുറവായിരിക്കും ആ പാൻറ്റിന് വരുന്നത്. അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പം തന്നെ ഞാൻ ടോപ്പ് വെട്ടിയിട്ടു, കട്ട് ചെയ്തിട്ട് നമുക്കിനി ഇത് ടോപ്പ് തയ്ച്ചുകൊണ്ട് വരാം. അപ്പം തന്നെ ഈ ടോപ്പ് ഞാൻ തയ്ച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പാൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു വരാൻ പോകുന്നത്. നമ്മൾ 16 ഇഞ്ച് താഴെ വരുമ്പോഴത്തേക്ക് നമ്മൾ സമചതുരത്തിൽ ഒരു തുണി ഇവിടെ പിടിപ്പിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ മൂടിൻ്റെ അവിടെയാണ് അത് പിടിപ്പിക്കുന്നത്. അപ്പം ഇവിടെ എത്ര വിസ്താരം വേണോ അതനുസരിച്ചാണ് നമ്മൾ തുണി 4ആയിട്ട് മടക്കേണ്ടത്. ഇപ്പം ഇവിടെ 16 ഇഞ്ചാ അല്ലെ 15 ഇഞ്ചാ വിസ്താരം വേണ്ടെങ്കിൽ അതനുസരിച്ച് വേണം തുണി 4ആയിട്ട് മടക്കിയിടാൻ. ഇവിടെ അതിനേക്കാളും കുറവാണ് വരുന്നത്. ഇവിടെ ഒരു 12 ഇഞ്ചേ വരത്തുള്ളൂ. ഇവിടെ 15 വരുമ്പോൾ അതിനേക്കാളും 3 ഇഞ്ച് കുറച്ചേ മോളി വരത്തുള്ളൂ. പിന്നെ കാലിൻ്റെ വണ്ണം നമ്മളൊരു 10 എടുക്കുന്നത്. അതനുസരിച്ചേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ നല്ല ലൂസ് വേണമല്ലോ, അതിനാണ് ഇവിടെ എത്ര വേണോ അതനുസരിച്ച് ഇടാൻ പറയുന്നത്. പിന്നെ ഞാൻ സൂത്രം കാണിച്ചു തരാം. ഞാൻ ഈ ടോപ്പ് തയ്ച്ചില്ലേ, ടോപ്പ് തയ്ച്ച് എൻ്റെ കൈകൾ നോക്കിക്കേ, കണ്ടോ എത്ര ഭയാനകം, ഇങ്ങനെ മോൾ പോട്ടുണ്ട്. ഈ തുണിയുടെ കളർ ഇളകിയതാന്ന് തോന്നുന്നു. അപ്പം ഈ പാൻറ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരേ സൈസ് തന്നെ. ഇനി നമുക്ക് അതേ മോഡൽ തന്നെ ഇത് തയ്ച്ചെടുക്കാം. ഇത് വെട്ടിക്കൊണ്ട് വരാം. കണ്ടാ തയ്ച്ച എൻ്റെ മേശപ്പുറത്തും എല്ലാം അഴുക്കായി, മിഷനയിലും ഉണ്ട് ആ അഴുക്ക്. മാത്തനെ കാണാനൊരു ഗസ്റ്റ് വരുന്നുണ്ട്. വഴിയുന്നേ മാത്തനുണ്ടോയെന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത്. ഹായ്, എല്ലാവർക്കും സ്തോത്രം.